ഹലോ, വെൽക്കം സ്ലീപ്പ് അഗെയിൻ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സി എം എ കുറിച്ച് പറഞ്ഞു. ഇനി സി എം എൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, നമ്മളിത് ശരിക്കും പഠിക്കണോ, പഠിച്ചാൽ ഗുണമുണ്ടോ നമുക്ക്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ആക്ച്വലി എൻ്റെ കാഴ്ചപ്പാടിൽ രണ്ട് സൈഡുണ്ട് ഇതിന് അഡ്വാൻറ്റേജ്. ഒന്ന് പ്രൊഫഷണൽ സൈഡുണ്ട്, രണ്ട് പേഴ്സണൽ സൈഡുണ്ട്. ഓക്കെ, ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ ശരിക്കും ഫുള്ള് കേൾക്കണം. ഓക്കെ, ആദ്യം നമുക്ക് ഒരു പ്രൊഫഷണൽ സൈഡ് ചിന്തിച്ച് നോക്കാം. ഓക്കെ, ശരിക്കും സി എം എനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. ഒരു ബിസിനസ് മോഡലായിട്ടാണ് നിങ്ങൾ സി എം എനെ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വിചാരിക്കാം സി എം എ വെച്ചിട്ട്. ഓക്കെ, നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ പിന്നെ ബിസിനസ്സിൻ്റെ മോഡ് വർക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ മുകളിൽ റിട്ടേൺ ഉണ്ടാക്കി ഇങ്ങനെ എടുക്കുന്നു അല്ലേ. ഓരോ വർഷം കഴിയും തോറും നമ്മൾ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി വലുതാക്കി എടുക്കും അല്ലേ. അത് തന്നെയാണ് സി എം എ വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും സി എം എ ഒരു സർട്ടിഫിക്കേഷനായിട്ട് കൺസിഡർ ചെയ്യരുത്. ഓക്കെ, പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു പഠിക്കാൻ വേണ്ടി പഠിക്കുക, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാൻ വേണ്ടി പഠിക്കുക, അങ്ങനെ നിങ്ങൾ സി എം എ അപ്രോച്ച് ചെയ്യരുത്. അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ സി എം എ പാസ്സാവാനൊക്കെ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതിനൊരു ബിസിനസ് മോഡലായിട്ട് വേണം കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൽ സമയവും പണവും നിങ്ങൾ എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ബിസിനസ് തുടങ്ങുന്ന പോലെ തന്നെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ആൻഡ് ടേക്ക് റിട്ടേൺ. അതായിരിക്കണം നമ്മളെ സി എം എയുടെ ആയിട്ടുള്ള പോളിസി. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, റിട്ടേൺ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് റിട്ടേൺ എടുക്കുന്നത് ഞാൻ പറയാം. ഓക്കെ, സി എം എ നമ്മൾ കമ്പയർ ചെയ്യാം. ACCA, CPA, CA ഇതാണല്ലോ ടോപ്പ് ക്വാളിഫിക്കേഷൻസ് നമ്മളെ സമയത്തോളം. ഇന്ത്യൻ ക്വാളിഫിക്കേഷൻ CA ആണ് നമുക്ക് ഏറ്റവും വലുത്. പിന്നെ ഇൻ്റർനാഷണൽ വരുമ്പോൾ ACCയും CPയും. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ CMA USA എന്ന് പറയുന്നത് സെയിം ലെവലിൽ തന്നെയാണ് വരുന്നത്. നിങ്ങൾ ലിങ്ക്ഡിൻ എടുത്ത് നോക്കുക, ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നെക്സ്റ്റ് പൊസിഷൻ എന്താണോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാലറി ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ലിങ്ക്ഡിനിൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അവിടെ ഈ CMA USA ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ACCA, CPA, CA ഒക്കെ കൂടെ. CMAക്ക് ഒരു പ്രത്യേകത ഉണ്ട്. CMAക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോ ഇൻവെസ്റ്റ്മെൻറ്റേ ആവശ്യമുള്ളൂ. ലോ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ പഠിക്കാനുള്ള ചിലവ്, അതിൻ്റെ എഫേർട്ട്, ടൈം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് കോഴ്സിൽ ഏറ്റവും ക്വിക്ക് വിന്ന് കിട്ടുന്ന ഒരു കോഴ്സാണ് CMA USA. ഓക്കെ, അതായത് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന ഒരു കോഴ്സാണ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ CMA USA. ശരിക്കും CMA എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ഗ്രോത്തിന് വേണ്ട ഒരു ടൂളാണ് CMA USA. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും CMA USA ഉണ്ടെങ്കിൽ. കാരണം നമ്മളതിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു അക്കൗണ്ടൻറ്റ് മുതൽ നിങ്ങൾക്കൊരു VP ഫിനാൻസ് വരെ ആകാൻ സാധിക്കും CMA USA ഉണ്ടെങ്കിൽ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് സെൽഫ് കണ്ടെത്താനും ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും അല്ലേ. ഇപ്പോൾ നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് CMA ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളെ ബോസിന് നെക്സ്റ്റ് ലെവലിലേക്ക് ബിസിനസ് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തന്നെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്, നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് നിങ്ങൾക്ക് സ്വയം അങ്ങോട്ട് പോയി പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും CMA USA ഉണ്ടെങ്കിൽ, എക്സിസ്റ്റിംഗ് പൊസിഷനിൽ തന്നെ. ഓക്കെ, ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആട്ടോ. പല തരത്തിലും പല ആളുകളും ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് CMA USA വെച്ചിട്ട്. ഓക്കെ, ഈ പറഞ്ഞ ഞാൻ പോലും നിങ്ങളെ ടീച്ച് ചെയ്യാൻ വരുന്നത് അതിലൂടെ ഉണ്ടാക്കിയ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ടീച്ച് ചെയ്യാൻ പോലും വരുന്നത്. ഓക്കെ, അപ്പോൾ CMA USA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണലിയും പേഴ്സണലിയും പല പല ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് അടുത്തൊരു അഡ്വാൻറ്റേജസ് ആണ് CMAൻ്റെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരൊറ്റ ക്വാളിഫിക്കേഷൻ മതി നമുക്ക് അക്കൗണ്ടൻറ്റ് മുതൽ VP ഫിനാൻസ്, അല്ലെങ്കിൽ ഡയറക്ടർ ഓർ CEO, CFO, വാട്ട് എവർ യു ക്യാൻ കോൾ. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. IMA അതാ പറഞ്ഞിട്ടുള്ളത്, ഇഫ് യു ഹാവ് CMA, നോ നീഡ് ഓഫ് എനി അതർ ക്വാളിഫിക്കേഷൻ അപ് ടു ദ പൊസിഷൻ ഓഫ് VP ഫിനാൻസ് ഓർ ഡയറക്ടർ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അത് മനസ്സിൽ വെക്കുക, നിങ്ങൾക്ക് സ്വയം ഇതിലേക്ക് എത്തപ്പെടാൻ ഈ ക്വാളിഫിക്കേഷൻ ഇനഫാണ്. ഈ പ്രൊഫഷണലി നമുക്ക് കാരിയർ ചേഞ്ചിന് അത്രയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കോഴ്സ് വേറെ ഇല്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിലാണെന്ന് വിചാരിക്കാം, നമുക്ക് ഓഡിറ്റിലേക്ക് മാറണം, CMA ഉണ്ടെങ്കിൽ പറ്റും. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആവണം, CMA ഉണ്ടെങ്കിൽ പറ്റും. ബഡ്ജറ്റ് അനലിസ്റ്റ് ആവാം, CMA ഉണ്ടെങ്കിൽ പറ്റും.
അങ്ങനെ അനാലിസിസിലേക്ക് മാറണം നമുക്ക്, ഫിനാൻഷ്യൽ അനാലിസിസിലേക്ക് CMA ഉണ്ടെങ്കിൽ സാധിക്കും. ഓക്കെ, ചില ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ AP അക്കൗണ്ടൻ്റ് ആവും, AR GL അങ്ങനെ സെപ്പറേറ്റ് ഓരോ വലിയ കമ്പനിയിലൊക്കെ ഓരോ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻ്റ് ആയിരിക്കും ഫോക്കസ് ചെയ്യുക. അവർക്ക് വേണമെങ്കിൽ ജനറൽ അക്കൗണ്ട്സിലേക്ക് മൊത്തത്തിൽ കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്യാം. വേറെ കമ്പനിയിലേക്ക് പോകുമ്പോൾ നമുക്ക് CMA USA ഉണ്ടെങ്കിൽ ഫുൾ നോളജായി, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഏരിയ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പ്രൊഫഷണലി ഉള്ള ഒരു ബെനിഫിറ്റ്സ് ആണ് CMA കൊണ്ടുള്ളത്. പല ആളുകളും നമ്മളിങ്ങനെ എൻക്വയറി ഒക്കെ വരുമ്പോൾ കണ്ടിട്ടുണ്ട്, കുറേ കാലമായിട്ട് ഒരേ പൊസിഷനിൽ തന്നെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, സാലറി ഒന്നും കൂടുതൽ കിട്ടാറില്ല, സെയിം പൊസിഷനിൽ തന്നെയാണ്, ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒന്നുമില്ല, പക്ഷേ ജോബിനൊക്കെ അപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്, കോളുകളൊന്നും വരുന്നില്ല. അങ്ങനെയൊക്കെ പല ആളുകളും ഇങ്ങനെ സ്റ്റക്കായി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും ഒന്ന് വാല്യൂ ആഡ് ചെയ്യണോ വേണ്ടത്. അപ്പം ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും ടോപ്പ് ലെവൽ ക്വാളിഫിക്കേഷൻ്റെ അതേ റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്വാളിഫിക്കേഷൻ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത് വളരെ എന്താ പറയുക, നമ്മൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഇമ്പാക്റ്റ് നമുക്കിത് വെച്ചിട്ട് നമുക്ക് പ്രൊഫഷണലി ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പല എൻക്വയറീസ് ഇങ്ങനെ വരുമ്പോൾ ഒരു എൻക്വയറി ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ആഡ് കണ്ടിട്ട് തന്നെയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് CMA പഠിക്കാൻ ആഗ്രഹമുണ്ട്. ആക്ച്വലി ഞാൻ അക്കൗണ്ട്സ് മാനേജറായിട്ട് അബുദാബിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്, 5-6 വർഷമായിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് അക്കൗണ്ട്സ് മാനേജറായിട്ട്. അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടു ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസും തിരക്കില്ലാത്തൊരു സാലറിയും ഉണ്ട്, ആ റേഞ്ചിലുള്ള ജോബ് വേണം അദ്ദേഹത്തിന്, ആ സാലറിയും വേണം, ആ എക്സ്പീരിയൻസ് ലെവലിനനുസരിച്ച് ഒരു ജോബും വേണം. അദ്ദേഹം അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒറ്റ വിളി പോലും വരുന്നില്ല. പിന്നീട് ആരോ പറഞ്ഞിട്ട് പുള്ളി സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ല പുള്ളി ഒരു MBA-കാരനാണ്. പക്ഷേ സാധാരണ എല്ലാ കമ്പനികളും CA CMA CCA CPA ഒക്കെയാണ് ഇടാറ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അവിടെ. അപ്പോൾ ATS വഴി CV റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ CV കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അദ്ദേഹത്തിന് അത് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹം എന്നോട് അങ്ങനെ പറഞ്ഞത്, എൻ്റെ ക്വാളിഫിക്കേഷനാണ് എൻ്റെ പ്രശ്നം, MBA ആൻഡ് MBA ഈസ് നോട്ട് ഇനഫ്. ഓക്കെ, ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻസാണ് ആവശ്യം, എനിക്ക് 3 മാസം കൊണ്ട് നിങ്ങൾ പഠിച്ചു തരാൻ പറ്റും, കാരണം ഞാൻ വിസിറ്റിങ്ങിലാണുള്ളത്, എനിക്ക് 3 മാസം കൊണ്ട് പഠിക്കണം. ഞാൻ പറഞ്ഞു 3 മാസം കൊണ്ട് സാധ്യമല്ല, കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ ഇതുവരെയുള്ള ഒരു 14 വർഷമായിട്ട് ഞാൻ ടീച്ച് ചെയ്യുന്നുണ്ട് CMA മാത്രം. അപ്പോൾ ഇതിലാകെ 2 വ്യക്തികളാണ് 6 മാസം കൊണ്ട് പഠിച്ചെടുത്തത്. അവർ ഫുൾ ടൈം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് പാർട്ട് 1ഉം 2ഉം 6 months കൊണ്ട് ഫിനിഷ് ചെയ്ത് അവർ കാനഡയിലേക്ക് പോയി ജോലിയിലൊക്കെ സെറ്റിലായി, അവർ ജോലിയൊക്കെ കിട്ടി, മൈഗ്രേഷനൊക്കെ എടുത്തു സെറ്റിലായി. അപ്പോൾ ടൈം ആവശ്യമാണ് ഇതിന്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷൻ, പുള്ളിയുടെ എക്സ്പീരിയൻസിനനുസരിച്ച് ഒരു ജോബ് കിട്ടുന്നില്ല, സാലറി വാങ്ങിച്ചിരുന്ന സാലറി എന്തെങ്കിലും ഒരു പൊസിഷൻ കിട്ടണ്ടെന്നാണ് പറയുന്നത്, കിട്ടുന്നില്ല പുള്ളിക്ക്. വേറെ ഒരാൾ വിളിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻക്വയറി ചെയ്ത ആളാണ്, അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇതുപോലെ CMA-ക്ക് എൻക്വയറി ചെയ്തു, പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് നീട്ടി നോക്കി. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിനും ഒരു നോട്ടീസ് പീരീഡ് കിട്ടി, ജോബിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. 3 months ടൈം ഉണ്ട് പുള്ളിക്ക് ജോബിൽ നോട്ടീസ് പീരീഡ്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നെക്സ്റ്റ് ജോബ് നോക്കണം. ഈ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. മാർക്കറ്റിൽ എവിടെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിന് ഈക്വലൻ്റ് ആയിട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സാലറി നല്ലൊരു കമ്പനിയൊക്കെ നോക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിൽ CMA വെക്കുന്നുണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് LinkedIn എടുത്ത് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല സിറ്റുവേഷൻസ് ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഗൾഫിലെ ജോബ് എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല, ആർക്കും എപ്പോഴും വേണമെങ്കിൽ ജോബ് മിസ്സാവും ഏത് സമയത്തും, അല്ലേ? ഒരു മാനേജർ അങ്ങ് മാറിയാൽ മതി, മുകളിൽ കംപ്ലീറ്റ് പിക്ചറും പോകും. ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക് തന്നെ, എൻ്റെ സ്വന്തം സ്ഥാപനത്തിൽ പോലും ഉണ്ട്. അപ്പോൾ ഞാനത് വളരെ ഡീറ്റെയിൽഡായിട്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം കൂടിയും പറയാം ഞാനിവിടെ. എൻ്റെ ഒരു എൻക്വയറി വന്നതാണ്, ഒരു മദ്രാസിലുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് 55 വയസ്സുണ്ട്, ഫിനാൻസ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ കൺട്രോളർ പുതിയൊരാൾ വന്നു. അദ്ദേഹം വന്നിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഇയാളോട് പറഞ്ഞു, അയാൾക്ക് BCom മാത്രമേ ഉള്ളൂ, പക്ഷേ വളരെ സ്കിൽഫുള്ളായിട്ടുള്ള മനുഷ്യനാണ്, വളരെ എന്താ പറയുക ടോപ്പ് റേഞ്ചിലുള്ള മനുഷ്യനാണ്, എല്ലാ കാര്യങ്ങളും അറിയാം, വളരെ എഫിഷ്യൻ്റാണ്. അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് വർക്കൊക്കെ ഓക്കെയാണ്, പക്ഷേ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വേണം, കാരണം എന്നാലേ നിങ്ങൾക്ക് എൻ്റെ ഒരു റേഞ്ചിലുള്ള വർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ വർക്കാണ് എൻ്റെ റിപ്പോർട്ടിങ്ങിലേക്ക് വരുന്നത്, അപ്പോൾ എൻ്റെ വർക്കും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആവണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് 1 വർഷം സമയം തരാം, അതിനുള്ളിൽ നിങ്ങൾ പഠിച്ച് പാസ്സായി, ഒരു പകുതിയെങ്കിൽ നിങ്ങൾ പാസ്സായിട്ട് വരണം, എന്തെങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾ പാസ്സായി വരണം, അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ 1 വർഷത്തിനകം എനിക്ക് നിങ്ങളെ റീപ്ലേസ്മെൻറ്റ് നടത്തേണ്ടി വരും.
അദ്ദേഹം ഭയങ്കര ടെൻസ്ഡായി. കാരണം 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ആ കമ്പനിയിൽ ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടൻ്റായിട്ട് വന്ന് ഇങ്ങനെ കയറി പോയി പുള്ളി ഫിനാൻസ് മാനേജർ വരെ ആയതാണ്. കമ്പനിയൊക്കെ ഗ്രോ ആയി. അപ്പോൾ നെക്സ്റ്റ് ലെവലിലുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഭയങ്കര ടെൻസ്ഡാണ്. അദ്ദേഹം പറയുന്നത് എനിക്കൊരു 10 കൊല്ലം കൂടി വർക്ക് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് ആ കമ്പനിയിൽ. 55 വയസ്സായാലും 65 വയസ്സ് വരെ എൻ്റെ എല്ലാ പ്ലാനുകളും തെറ്റും. ഈ പ്രായത്തിൽ ഞാൻ വേറൊരു ജോബ് നോക്കിയാൽ എനിക്ക് കിട്ടില്ല, കാരണം ഞാൻ BCom മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു അദ്ദേഹം. ടെൻസ്ഡാണ് ഈ പ്രായത്തിൽ പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെനിക്ക് 15 to 20 മിനിറ്റ്സ് തരികയാണെങ്കിൽ, എവറി ഡേ തരികയാണ്, ഞാൻ പറയുന്ന പോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ മേക്ക് യു പാസ് വിത്തിൻ 1 year. ഓക്കെ, വന്നു, അദ്ദേഹം പഠിച്ചു, പാസ്സായി. ഓക്കെ, 1 yearൻ്റെ ഉള്ളിൽ തന്നെ വളരെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. 10 months എടുത്തിട്ടുള്ളൂ. പാർട്ട് 2 പാസ്സായത് വെറും 3 months കൊണ്ടാണ്. പാർട്ട് 1 കുറച്ച് ടൈം എടുത്ത് വന്നു. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനെ ഇപ്പം എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. +2 കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഇപ്പോൾ ആയിട്ടില്ല, ഡിഗ്രി ലാസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ, അതായത് ഒരു 6th സെമസ്റ്റർ ആകുമ്പോൾ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. എന്തായാലും ഇത് മസ്റ്റായിട്ടും വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളെ വാക്കുകളാണ്. അതേപോലെ എൻ്റെ ബഡ്ജറ്റ് ഡയറക്ടർ, അതേപോലെ CEO വന്നിട്ട് പറഞ്ഞു പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആവണം, ഇല്ല ജോലി പോകും. പുള്ളി അത് തമാശയായിട്ടാണ് കണക്കാക്കിയത്. 1.5 വർഷമൊക്കെ പുള്ളി തട്ടിമുട്ടി നീങ്ങി. പിന്നീട് അദ്ദേഹം വന്നു, ഇല്ലല്ലോ വിട്ടോന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ആലോചിക്കണം, 65,000 dirhams ആണ് അദ്ദേഹത്തിൻ്റെ സാലറി ഒരു മാസത്തിൽ. അദ്ദേഹത്തിന് അപ്ലൈ ചെയ്തിട്ട് 10,000 dirhams പോലുള്ള ജോബ് കിട്ടിയിരുന്നില്ല. ആ സിറ്റുവേഷൻ. എത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും കാര്യമില്ല, ഈ ക്വാളിഫിക്കേഷൻ ഒരു വലിയ ഘടകമാണ്. അപ്പോൾ CMA ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇത്തരം ഒരു ഇൻസ്റ്റേബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിലൊക്കെ നമുക്കൊരു എവിടെയും ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സാധ്യതകളുണ്ട്. ശരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാം, 150 കൺട്രീസിൽ CMA ഉണ്ട്. അപ്പോൾ UAE നമുക്കൊന്നും കിട്ടിയില്ല. ഖത്തർ നോക്കാം, സൗദി നോക്കാം, ഒമാൻ നോക്കാം, UK നോക്കാം, US നോക്കാം, കാനഡ നോക്കാം, ഓസ്ട്രേലിയ നോക്കാം, ഇന്ത്യയിൽ വരെ നോക്കാം. പല മൾട്ടിനാഷണൽ കമ്പനീസിലും ഇന്ത്യയിൽ CMA ഉള്ള ആളുകൾ എടുക്കുന്നുണ്ട്. ഫ്രഷേഴ്സ് ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ പ്രൊഫഷണലി നമുക്ക് CMA ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മറ്റുള്ള കോഴ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് സെയിം ആണ്. ഒരു ക്വിക്ക് വിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് സ്വയം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു ജോബിലൊരു സ്റ്റെബിലിറ്റി കിട്ടും. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ CMA കൊണ്ട് സാധിക്കും. ഇതൊക്കെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ബെനിഫിറ്റ്സാണ്. പേഴ്സണൽ ബെനിഫിറ്റ്സ് ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് പേഴ്സണൽ ബെനിഫിറ്റ്സ് ഔട്ട് ഓഫ് CMA USA.